വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ കാൽപാദങ്ങൾ ആദ്യമായി പതിഞ്ഞ മണ്ണാണ് ഫ്രാൻസിലെ അലൻസോൺ എന്ന ഗ്രാമം. 1873 ജനുവരി 2 ലൂയി മാർട്ടിൻ്റെയും സെലി ഗ്വെരിൻ്റെയും 9 മക്കളിൽ ഇളയവളായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ. തെരേസയുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച വീടാണിത്. വീടിനോട് ചേർന്ന് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ള മുറിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ കാണുവാൻ സാധിക്കും. മാർട്ടിൻ കുടുംബം ഭക്ഷണം പാകം ചെയ്തിരുന്ന അടുക്കള മുറിയാണ് ഇത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഈ ഊട്ടുമുറിയുടെ ഭിത്തിയിൽ മാർട്ടിൻ കുടുംബത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. കൊച്ചു ത്രേസ്യായുടെ ചേച്ചിയായിരുന്ന സെലിൻ പിന്നീട് വരച്ച ചിത്രമാണിത്. കൊച്ചു ത്രേസ്യായുടെ പിതാവ് ലൂയി മാർട്ടിൻ ഒരു വാച്ച് നിർമ്മാണ തൊഴിലാളിയായിരുന്നു. അമ്മ സെലി ഗ്വെരിൻ ലൈസ് തുന്നുന്ന ജോലിയും ചെയ്തിരുന്നു. സെലി ഗ്വെരിൻ ലൈസ് തുന്നിയിരുന്ന മുറിയാണിത്. വീടിൻ്റെ പ്രധാന വാതിൽ കടന്ന് ഈ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കിടപ്പ് മുറികളാണുള്ളത്. ഈ പടിക്കെട്ടുകളെക്കുറിച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ ആത്മകഥയിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ പടികൾ എന്നാണ്. അമ്മേ അമ്മേ എന്ന് വിളിച്ച് കുഞ്ഞു തെരേസ ഈ പടികളിറങ്ങി താഴേക്ക് ചെല്ലുന്നത് ആത്മകഥയിൽ നാം വായിക്കുന്നുണ്ട്. സ്തനാർബുദ രോഗത്താൽ വലഞ്ഞിരുന്ന സെലി ഗ്വെരിൻ ഉപയോഗിച്ചിരുന്ന കസേരയാണിത്. വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിച്ചിരുന്നത് ഈ മുറിയിലാണ്. മക്കളുടെ കിടപ്പ് മുറിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായ്ക്ക് രോഗസൗഖ്യം നൽകി കൊച്ചു ത്രേസ്യായെ നോക്കി പുഞ്ചിരിച്ച വിജയമാതാവിൻ്റെ ഒരു രൂപവുമുണ്ട്. ലൂയി മാർട്ടിൻ്റെയും സെലി ഗ്വെരിൻ്റെയും മുറിയാണ് ഇത്. ഈ മുറിയിലെ എല്ലാ സാധനങ്ങളും അവർ ഉപയോഗിച്ചത് ആയിരുന്നതിനാൽ സന്ദർശകർക്ക് അതിനുള്ളിൽ പ്രവേശനമില്ല. കൊച്ചു ത്രേസ്യ പിറന്നു വീണതും രോഗാവസ്ഥയിലായിരുന്ന സെലി ഗ്വെരിൻ മരണമടഞ്ഞതും നാം ഇപ്പോൾ കാണുന്ന ആ കട്ടിലിലാണ്. വീടിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചാപ്പലാണിത്. ചാപ്പലിൻ്റെ ഭിത്തിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ജീവിതത്തിലെ വിവിധ ചിത്രീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചാപ്പലിൽ നിന്നിറങ്ങി താഴെ വരാന്തയിൽ ചെല്ലുമ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യായും മാതാപിതാക്കളും സഹോദരങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും. സെലി ഗ്വെരിൻ ലേസ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ലൂയി മാർട്ടിൻ്റെ വാച്ച് നിർമ്മാണശാലയിലെ ഉപകരണങ്ങളുമെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവാഹനാളിൽ ലൂയി മാർട്ടിൻ ധരിച്ചിരുന്ന വസ്ത്രമാണ് ഇത്. കുഞ്ഞു തെരേസയുടെയും ചേച്ചിമാരുടെയും കളിപ്പാട്ടങ്ങളാണ് ഇവയിൽ പലതും.
ലൂയി മാർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളായിരുന്നു മീൻപിടുത്തവും വാനനിരീക്ഷണവും. അതിനുപയോഗിച്ചിരുന്ന സാമഗ്രികളാണ് ഇവയെല്ലാം. കൊച്ചു ത്രേസ്യായുടെ വീടിൻ്റെ പുറകിലെ പൂന്തോട്ടം ഈ വിധത്തിൽ ഇന്ന് പരിപാലിച്ചു പോരുന്നു.